നിയമസഭാ മണ്ഡലം. അതായത് ഇത്തവണയും മാണി സി കാപ്പനും ജോസ് കെ മാണിയും തമ്മിലാണ് അവിടെ കടുത്ത മത്സരം നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഷോൺ ജോർജ് കൂടെ അവിടോട്ട് വരുന്ന സമയത്ത് ഇതൊരു ത്രികോണ മത്സരമായിട്ട് കടുക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. ഇപ്പം ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ കൂടെയും ഇവരെല്ലാം പ്രചരണവുമായിട്ട് പാലായിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് പാലാ മണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പാല ആർക്കൊപ്പം നിൽക്കും? പാല മണ്ഡലം നമുക്കിപ്പോ പിടിതരാത്തൊരു മണ്ഡലമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, പാല ഒരു കാലഘട്ടത്തിൽ മാണി തന്നെയാണ് പാല എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ ഒരു കാര്യം. ഏത് ഘട്ടത്തിൽ മാണി അതായത് കെ എം മാണി എന്ന് പറയുന്ന ആളിനെ അല്ലെങ്കിൽ ആ നേതാവിനെ പാലക്കാർ ഒരു കാരണവശാലും ഒരു ഘട്ടത്തിൽ പോലും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. വർഷങ്ങളായി പാല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ തന്നെയല്ല ഈ പറയുന്ന കെ എം മാണിക്ക് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു. അതായത് കൂടെ നിൽക്കുന്നവരെ പിന്തുണയ്ക്കാനും കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകാതെ അവരെ കാത്തുരക്ഷിക്കാനും ഒക്കെ കഴിവുള്ള, ആ നാടിന് വികസനം ഒരുപാട്, അതായത് മന്ത്രിയായിട്ടിരിക്കുന്ന ഏത് കാലം, അപ്പോൾ പുള്ളി LDFിലേക്കും UDFിലും ഒക്കെ നിന്നിട്ട് മന്ത്രിയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെല്ലാം പാലയെ വികസിപ്പിക്കണം എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയുന്ന ഒരു എഫർട്ട് എടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പം അതോടൊപ്പം തന്നെ അവിടുത്തെ കർഷകരെ സഹായിക്കാൻ വേണ്ടി, അതായത് കർഷകരെന്ന് പറഞ്ഞാൽ അവിടെ മലയോര കർഷകരെന്ന് പറയുമ്പോൾ റബ്ബർ തുടങ്ങിയ ഇതിന്റെ കർഷകരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന കെ എം മാണി എന്ന് പറയുന്ന ഒരാൾ. അപ്പൊ പിന്നെ അദ്ദേഹത്തെ സ്വന്തം പാർട്ടിക്കാർ അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് കെ എം മാണിക്കെതിരായി ആ കോഴ ആരോപണം ഉയർത്തിക്കൊണ്ടുവരികയും ഒടുവിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് വരെ നടത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും ഇതേ UDF തന്നെയാണ്. UDFിലെ നേതൃത്വം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർക്ക് അതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു വിവരം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ പറയുന്ന ഈ കാർഷിക മേഖലയുമായി കർഷകരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം പുസ്തകം വരെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ എം മാണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഒരു കാരണവശാലും കൈവിടാതിരുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം, അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആ പാല എന്ന് പറയുന്ന മണ്ഡലം കൈവിട്ടു പോകുന്നത്. നമുക്ക് പാലായിലൂടെ യാത്ര ചെയ്യുമ്പോൾ കെ എം മാണി എന്തായിരുന്നു പാലായിക്ക് ഉണ്ടാക്കി കൊടുത്ത വികസനം എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് റോഡുകളിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും. അതാണ് പാലായുടെ ഒരു വലിയ പ്രത്യേകത. എന്നാൽ പിന്നീട് വന്ന മാണി സി കാപ്പൻ വരികയും മാണി സി കാപ്പൻ NCPയുടെ ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ NCPയിൽ നിന്നുകൊണ്ട് മാണി സി കാപ്പൻ അവിടെ LDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അപ്പോൾ ആ മത്സരിക്കുകയും തുടർന്ന് UDFിന്റെ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി മത്സരിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വല്ലാതെ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഏകദേശം 15,000 ചില്ലാനം വോട്ടിന്റെ പരാജയം ജോസ് കെ മാണിക്ക് ഉണ്ടാകുകയും ചെയ്തു. അതാണ് അവിടുത്തെ ഒരു ചരിത്രം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും പാല ഇപ്പോൾ മാണിമാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വീണ്ടും മത്സരിച്ചപ്പോൾ, അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇയാൾ വന്ന് മത്സരിക്കുകയും മാണി സി കാപ്പൻ മത്സരിച്ചുകൊണ്ട് LDF അത് മണ്ഡലം പിടിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് UDFിലേക്ക് അത് മറിഞ്ഞു. കാരണം മാണി സി കാപ്പൻ അപ്പോഴേക്ക് തന്നെ ജോസ് കെ മാണി LDFിലേക്ക് ചേക്കേറിയിരുന്നു. അപ്പോൾ വലിയൊരു തർക്കമുണ്ടായി. ആ തർക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാ മണ്ഡലം എനിക്ക് തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു നമ്മുടെ മാണി സി കാപ്പൻ ഉണ്ടായിരുന്നത്. ആ മാണി സി കാപ്പൻ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉപയോഗിച്ചത് മൂലം ഒടുവിൽ അത് കൊടുക്കാൻ പറ്റില്ല, അത് ജോസിന് അവകാശപ്പെട്ട ഒരു മണ്ഡലമാണ് എന്നുള്ള നിലയിൽ തന്നെ LDF പിടിച്ചു നിൽക്കുകയും വീണ്ടും അവിടെ ഈ പറയുന്ന ഇദ്ദേഹം മത്സരിക്കുന്നു. മാണി സി കാപ്പൻ ജോസിനെതിരായി മത്സരിക്കുകയും അങ്ങനെ മാണി സി കാപ്പൻ UDFിന്റെ ഭാഗമായി നിന്നുകൊണ്ട് KDP എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ NCPയിൽ ഒരു വിഭാഗം ആൾക്കാർ, ഇപ്പോൾ തോമസ് കെ തോമസ്, അതോടൊപ്പം AK ശശീന്ദ്രൻ, ഇവരൊക്കെ മറ്റൊരു വശത്തേക്ക് മാറിയപ്പോൾ അതിൽ നിന്നും ഈ മാണി സി കാപ്പൻ സ്വയം മാറി KDP എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് UDFിന്റെ അസോസിയേറ്റ് അംഗമായി നിന്നുകൊണ്ട് അവിടെ മത്സരിച്ച് അവിടെ വീണ്ടും വിജയിക്കുകയാണ് മാണി സി കാപ്പൻ ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയിച്ച് ഇപ്പോഴും പാലാ മണ്ഡലം സ്വന്തം കൈപ്പിടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ വോളിബോൾ കളിക്കാരനും പഴയ ചലച്ചിത്ര സിനിമ നിർമ്മാതാവും ഒക്കെയായ മാണി സി കാപ്പൻ. അതായത് മാണി സി കാപ്പന്റെ സിനിമയാണ് മേലെപ്പറമ്പ് ആൺവീട്. ആ സിനിമ നിർമ്മിച്ചിരിക്കുന്ന മാണി സി കാപ്പനാണ്. അപ്പം അങ്ങനെ പല സിനിമകളിലും അദ്ദേഹം ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അഭിനേതാവാണ്, വോളിബോൾ താരമാണ്, നിർമ്മാതാവാണ്, ഇങ്ങനെ എല്ലാം ആയ ഒരാൾ തന്നെയാണ് ഈ മാണി സി കാപ്പൻ. അങ്ങനെ പുള്ളി അവിടെ പാല നിയോജക മണ്ഡലം തൻ്റെതായ രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ. എന്നാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാല തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. ഇപ്പൊ തന്നെ നമ്മൾ പാല നഗരസഭയിൽ ഉണ്ടായ ചെറിയ പ്രതിസന്ധികളൊക്കെ പാല നിയോജക മണ്ഡലത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ള ഒരു ആശങ്ക LDFിന്റെ ക്യാമ്പിലുണ്ട്.
അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ നിർത്തിയാൽ അവിടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുമോ? കാര്യം പാലാ മണ്ഡലം അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. പാലായുടെ ഒത്ത മധ്യത്തിലാണ് അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്നത്, ജോസ് കെ മാണിയുടെ. അതായത് പിന്നെ നമ്മുടെ KM മാണി സാറിന്റെ വീട് നിൽക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പാല തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിക്ക് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്, കുടുംബ പ്രശ്നം കൂടിയാണ്. അഭിമാനത്തിനപ്പുറത്തേക്ക് അതൊരു വലിയ കുടുംബ പ്രശ്നം കൂടിയാണ്. അത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ UDF അല്ലെ LDF ഇനിയും ഏത് രീതിയിൽ ജോസ് കെ മാണിയെ ട്രീറ്റ് ചെയ്യും എന്നുള്ള കാര്യവും സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ജോസ് കെ മാണിക്ക് അവിടെ ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് കെ മാണി ഒരു MP എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാലായുടെ വികസന പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയും MP ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പാലായിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിലവിലത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2 അതികായന്മാർ മത്സരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇപ്പം 2 അതികായന്മാർ മാത്രമല്ല, 2 ബദ്ധശത്രുക്കൾ മത്സരിക്കുന്നു എന്നുള്ള ഒരു ടേമും കൂടി അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അത്രയ്ക്ക് ശത്രുത അവർ തമ്മിലുണ്ട്. എന്നുവെച്ചാൽ ഈ ശത്രുത എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള എൻമിറ്റിയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അവർ തമ്മിൽ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലല്ല പറയുന്നത്. രാഷ്ട്രീയമായി 2 വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ, 2 ശത്രുക്കൾ, എക്കാലത്തും രണ്ട് ചേരിയിൽ നിൽക്കുന്നവർ. ആശയപരമായ ശത്രുത അവർ തമ്മിലുണ്ട്, അതില്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ശത്രുതയുടെ പുറത്ത് നിൽക്കുന്ന 2 നേതാക്കന്മാരാണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഷോൺ ജോർജോട് വരുമ്പോൾ ഇതൊരു പലരും അവകാശപ്പെടുന്ന ഒരു ത്രികോണ മത്സരമായി മാറും എന്നൊക്കെ. പക്ഷെ എനിക്ക് ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം അതൊരു ത്രികോണ മത്സരത്തിന്റെ ഒരു നിലവാരത്തിലേക്ക് പോകുമോ? പക്ഷെ വോട്ട് നിലവാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റത്തില്ലേ? വോട്ട് കുറച്ച് മറിക്കാൻ പറ്റുമോ എന്നതിനപ്പുറത്തേക്ക് അവിടെ പിന്നെ ഈ പറയുന്ന ഷോൺ ജോർജിന് വലിയ ഒരു ക്ലച്ച് പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പൂഞ്ഞാർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ശരിക്കും കഴിഞ്ഞ തവണ ഈ ഷോൺ ജോർജിന്റെ അപ്പം കടന്ന് കാണിച്ച കളികൾ എന്തൊക്കെയാണ് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതോടൊപ്പം അവിടെ വരുന്ന ഏതെങ്കിലും ഇപ്പം ഒന്നാമത്തെ കാര്യം അവിടെ ഒരു പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടില്ല. കാര്യം ഷോൺ ജോർജിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സഭകൾ 2 പേരെയും പിന്തുണയ്ക്കേണ്ടി വരും. UDF ആണെങ്കിലും KDP പിന്തുണച്ചില്ലെങ്കിലും ഒരുപക്ഷെ ജോസ് കെ മാണിയെ നല്ല രീതിയിൽ പിന്തുണയ്ക്കാനുള്ള ഒരു സാഹചര്യം അവരുടെ രൂപതകൾക്കുണ്ട്. സഭകൾ ആ രീതിയിൽ തന്നെ ഒരു നിലപാട് സ്വീകരിക്കും. ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഈ ക്രിസംഗികൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം വരുമല്ലോ, അതായത് പിന്നെ BJP പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ചധികം ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ, പഴയ എന്താ പറയുക സ്നേഹ സന്ദർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ പരിപാടികളൊക്കെ BJP നേരത്തെ ആസൂത്രണം ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കേക്കും കൊണ്ട് പോവുക, ഈ പറയുന്ന അരമനകളിലേക്ക് കേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയൊക്കെ ഇത് കൊണ്ടുവന്ന ഒരു പുതിയൊരു തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിലൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വോട്ട് മറിക്കാം ഉള്ള ശേഷി തൽക്കാലം ഷോൺ ജോർജിനുണ്ട് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. അല്ലാതെ ഷോൺ ജോർജ് ഒരു വിജയപ്രതീക്ഷ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് നമുക്കൊരു 50-50 ചാൻസ് പോലും പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. കുറച്ചധികം വോട്ട് മറിയും. അതായത് ഇപ്പം ഉള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ശതമാനക്കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 10-15-നും 20-നും ഇടയിൽ ശതമാനം വോട്ടുകൾ നേടാൻ ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നേതാവ് തന്നെയാണ് ഷോൺ ജോർജ്. അവരുടെ അപ്പൻ ഈ PC ജോർജിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തെയോ അല്ലെങ്കിൽ ജനസമ്മതിയോ ബാധിക്കുന്നില്ല എങ്കിൽ മാത്രം. ഇപ്പൊ PC ജോർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ CPM പിന്നെ ഈ പാർട്ടിയിൽ തന്നെ അനഭിമതനാണ്. അത്രയ്ക്ക് പാർട്ടിക്കാർക്ക് പോലും അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു നേതാവൊന്നും അല്ല. BJP-ക്കാർക്ക് പോലും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ BJP-യിൽ എത്തിയപ്പം പേര് പോലും നഷ്ടപ്പെട്ടു, മുഖം നഷ്ടപ്പെട്ടു പോയ ഒരു നേതാവാണ് PC ജോർജ്. PC ജോർജിന്റെ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഏതെങ്കിലും ഒക്കെ ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കുകയും ആ പാർട്ടിയെ ചെളിവാരി എറിയുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് PC ജോർജ്. അങ്ങനെ ഒരു പിന്നെ നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് ഈ പറയുന്ന PC ജോർജിനുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം UDF-ന്റെ കൂടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ UDF-ലുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായി ഈ PC ജോർജ് ഉയർത്തിയ ആരോപണം വളരെ വലുതായിരുന്നു. ഇപ്പം എല്ലാവരും ഉമ്മൻചാണ്ടി എടുത്ത് വെച്ച് വാഴ്ത്തുന്നുണ്ടല്ലോ. ആ സമയത്ത് പോലും PC ജോർജ് ഇറങ്ങി നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരാൾ തന്നെയാണ്. കാര്യം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ഒരു വിശ്വസ്തൻ കൂടിയായിരുന്നു ഈ PC ജോർജ്. ഇതേ PC ജോർജ് തന്നെ എന്തെല്ലാം പറഞ്ഞത്, ഈ പറയുന്ന സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട പരാതിക്കാരിയെയും ഉമ്മൻചാണ്ടിയും ഓഫീസ് മുറിയിൽ ഒരുമിച്ച് കണ്ടുവെന്നും അവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലാണ് കണ്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിട്ട ഒരാളാണ് PC ജോർജ്. ആ PC ജോർജിന്റെ മകൻ എന്ന് പറയുന്ന ഒരു കുറവ് മാത്രമാണ് ഷോൺ ജോർജിന് ശരിക്കും പറഞ്ഞുള്ളത്.
അല്ല ഷോൺ ജോർജ് വിവാദപരമായ വലിയ പ്രസ്താവനകളിലേക്കൊന്നും ഷോൺ ജോർജ് കടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ആ PC ജോർജിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഈ പിന്നെ ഷോൺ ജോർജിനുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തും. ആ വലിയ ബുദ്ധിമുട്ട്, ചെറിയ ബുദ്ധിമുട്ട്, വലിയ ബുദ്ധിമുട്ട്, അതിതീവ്രമായ ബുദ്ധിമുട്ടിലേക്ക് എത്തും. പിന്നെ പാർട്ടി വോട്ടുകൾ, BJP വോട്ടുകൾ ഇത്തവണ നോക്കുന്ന പറഞ്ഞാൽ BJPക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഞങ്ങൾ ഇവിടെ ശക്തമായി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അതായത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ UDFനെയും LDFനെയും ഒന്ന് വിരട്ടുക. അതാണ് ശരിക്കും ഇത്തവണ BJP പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇനി ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഞങ്ങളായിരിക്കും പ്രതിപക്ഷത്തേക്ക് ഉയർന്നു വരാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് BJP ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിനായിട്ട് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ, നല്ല സ്ഥാനാർത്ഥികളെ, ഇപ്പം നമുക്കറിയാം നേമം പോലെയുള്ളവരടുത്ത് നല്ലൊരു സ്ഥാനാർത്ഥി അവർ മത്സരിപ്പിക്കാൻ തയ്യാറാവുന്നു. ശോഭ സുരേന്ദ്രനെ കായംകുളം പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. അതോടൊപ്പം മഞ്ചേശ്വരത്ത് തന്നെയാണ് പിന്നെ K സുരേന്ദ്രൻ. പക്ഷേ പിന്നെ അത് വലിയ പ്രയോജനം ചെയ്യുമ്പോൾ അന്ന് ചെറിയ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലൊക്കെയാണ് അന്ന് കോൺഗ്രസ് LDF ജയിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും അത്യാവശ്യം കുഴപ്പമില്ല. കാര്യം ഇവർക്ക് പറ്റിയൊരു BJPയെ സംബന്ധിച്ചിടത്തോളം പറ്റിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചില നേതാക്കന്മാരെ കിട്ടി. അതാണ് നേതാക്കന്മാരെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നേതാക്കന്മാരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ സാധിച്ചു എന്നുള്ളതാണ്. അവർക്ക് വേണ്ട അവസരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ചാനൽ ചർച്ചയിലും അവിടെ ഇവിടെയൊക്കെ ചില അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് BJPയുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പലരും ഇന്ന് പരിചിത മുഖങ്ങളായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഒരു പരിചിത മുഖമാണ്. കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയക്കാരെന്ന് മാത്രം പറയുന്നില്ല, എല്ലാവർക്കും ശോഭാ സുരേന്ദ്രൻ എന്നതിന്റെ മുഖം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറി. K സുരേന്ദ്രനും അതുപോലെ തന്നെ പോപ്പുലറായ ഒരു നേതാവ് തന്നെയാണ്. അയാൾ ജയിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം. ആൾക്കാരെ കാണുമ്പോൾ K സുരേന്ദ്രൻ, പിന്നെ അദ്ദേഹത്തിന് ഇരട്ടപ്പേരുകൾ, അത് സുലഭമായി നമുക്ക് എവിടെയും കേൾക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം അനിൽ ആന്റണിയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അനൂപ് ആന്റണി. അനിൽ ആന്റണിയും ഏറെക്കുറെ ശ്രദ്ധിക്കപ്പെട്ട് ആക്കിയാൻ്റെ മകനാണല്ലോ. അനൂപ് ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അനൂപ് ആന്റണിക്ക് നല്ലൊരു അവസരം ഇത്തവണ ഛത്തീസ്ഗഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഛത്തീസ്ഗഡിൽ പിടിയിലായ നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോയി നടത്തിയ ശ്രമങ്ങളും ഒക്കെ അനൂപ് ആന്റണിയെ കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതിന് കാരണമായി തീർന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇവര് എന്ത് ചെയ്തു എന്നുള്ളതല്ല, മീഡിയ അറ്റൻഷൻ കിട്ടി എന്നുള്ളതാണ് അനൂപ് ആന്റണി. മീഡിയ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് മാത്രമാണ് കാര്യം. അതൊക്കെ റീൽ എടുത്തിട്ട് ആഘോഷിക്കാനും ഇവരെയൊക്കെ ഒരു ഫേസ് സോഷ്യൽ മീഡിയ വഴി ബൂസ്റ്റ് ചെയ്യുക, പ്രവൃത്തി പരിചയം ഒന്നും ബാധകമല്ല. ആ രീതിയിലൊക്കെ ഇവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയൊരു നേട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മിക്ക മണ്ഡലങ്ങളിലും പിടിക്കുന്ന പോലെയുള്ള ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു 20% വരുന്ന വോട്ടുകൾ പിടിച്ച് നീക്കാനുള്ള ഒരു ശേഷി ഇപ്പം ഒരുമാതിരിപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ BJP ആർജിച്ചു കഴിഞ്ഞു. പിന്നെ പലയിടത്തും ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരം സാധ്യതകൾ കൂടി പരിഗണിക്കുമ്പോൾ ഇവിടെ എന്തായിരുന്നാലും 2ാം സ്ഥാനത്തേക്കൊന്നും ഷോൺ ജോർജ് വളർന്നു വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഷോൺ ജോർജ് 3ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമായിരിക്കും. 1ഉം 2ഉം സ്ഥാനത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും അവിടെ മത്സരം നടക്കുന്നത്. അല്ല ത്രികോണ മത്സരം എന്നും അവകാശപ്പെടാൻ കഴിയില്ല. പിന്നെ ജോസ് കെ മാണി കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്താൽ ഇപ്പം പാലാ പോലെയുള്ളൊരു മണ്ഡലം കിട്ടും എന്നുള്ളതാണ്. പിന്നെ തന്നെയല്ല CPMന്റെ ഒരു സംഘടനാ പ്രവർത്തനം ഇത്തവണ ഇവിടെ ഇയാളെ ജയിപ്പിക്കും, ജോസ് കെ മാണിയെ വിജയിപ്പിക്കാൻ വേണ്ടി തന്നെ അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവരുടെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടല്ലോ. തന്നെയുമല്ല ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കുറേയധികം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ടും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ഒക്കെ അതെല്ലാം ജോസിന് ഗുണകരമായി മാറും. ഏറ്റുമാനൂരടക്കമുള്ള പല ഭാഗങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകരുടെ കൂറുമാറ്റം ഒക്കെ അത് നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യമാണ്. പാർട്ടി സംവിധാനം, CPMന്റെ പാർട്ടി സംവിധാനം വളരെ കാര്യക്ഷമമായി ഇടപെടുന്നതിന്റെ ആദ്യ സൂചനയാണ് മധ്യമേഖലാ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇയാളെ ജോസ് കെ മാണിയെ അവതരിപ്പിക്കുകയും ചെയ്തു വികസന മുന്നേറ്റ യാത്രയുടെ. അപ്പോൾ അതും കൂടിയൊക്കെ ആകുമ്പോൾ ജോസ് കെ മാണിക്ക് കുറച്ചൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ അടുത്ത സമയത്ത് കുറച്ചും കൂടെ ഈ മാധ്യമങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ നേടാനും പറ്റിയിട്ടുണ്ട്. അതെ, അത് UDF അവസരം ഒരുക്കി കൊടുത്തു. UDF തന്നെ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അവരെന്താണോ ലക്ഷ്യം വെച്ചത്, പക്ഷേ നടന്നത് മറ്റൊന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാള് ഇപ്പം മുന്നണി മാറുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ് ജോസ് കെ മാണി മുന്നണി മാറിയിരുന്നെങ്കിൽ ജോസ് കെ മാണിക്ക് ഈ ഒരു വില കിട്ടത്തില്ല. പുള്ളി തുറന്നു പറഞ്ഞു, ഞാൻ മുന്നണി മാറ്റത്തിന് തയ്യാറല്ല. കാരണം എന്നെയും എൻ്റെ ഫാദറിനെയും അവിടെ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ചും അടിച്ചു പുറത്താക്കിയതിനെ കുറിച്ചും ഒക്കെയുള്ള കഥകൾ എനിക്ക് നന്നായി അറിയാം, വീണ്ടും പറയേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും പിന്നെ LDFന്റെ വികസനം തുടരുന്നതിന് വേണ്ടിയിട്ട്, കേരളത്തിന്റെ വികസനം തുടരുന്നതിന് വേണ്ടിയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ജോസ് കെ മാണി ഉറച്ചു നിൽക്കുകയും അതിനെ തുടർന്നിട്ട്
പെട്ടെന്ന് തന്നെ CPM ഒരു തീരുമാനം എടുക്കുന്നു. പിന്നെ LDFന്റെ തീരുമാനം വരുന്നു. ജോസ് കെ മാണിയെ മധ്യമേഖല ക്യാപ്റ്റൻ ആക്കിയിട്ട് വികസന മുന്നേറ്റ യാത്രയുടെ അതും തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജോസ് കെ മാണിയുടെ ഒരു ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും.